റെഡ് ഫോർട്ട് മെട്രോയ്ക്ക് സമീപമാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ അമിത്ഷാ തന്നെ വിശദീകരിക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന്. അദ്ദേഹം സംഭവ സ്ഥലത്തേക്കും പോകും. ഇനി എങ്ങനെ ഈ അപകടം എന്നതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാക്കേണ്ടത്. മരണസംഖ്യ ഉയരുകയാണ്. മരണസംഖ്യ 13 ആയിരിക്കുന്നു. LNJP ആശുപത്രിയിൽ ലോക് നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ട്. അമിത്ഷാ ഇപ്പോൾ LNJP ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ കാര്യം. മരണസംഖ്യ ഉയരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യവും. 13 മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള ചില ഡോക്ടർമാർ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പരിക്കേറ്റവരുടെ നില, പലരുടെയും നില ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കാജനകമായ സാഹചര്യമുണ്ട്. പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ബേൺ ഇഞ്ചുറീസ് ആണ്, പൊള്ളലേറ്റിട്ടുള്ള ആളുകളുടെ ഇഞ്ചുറീസ് ആണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത സങ്കടകരം എന്ന് പറയട്ടെ. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇതുവരെയുള്ള വിവരമനുസരിച്ച് 13 പേരാണ് മരിച്ചിരിക്കുന്നത്. ദാരുണമായ ഈ സംഭവം വൈകുന്നേരം ഉണ്ടായതാണ്. 6:52-നാണ് ഈ അപകടം ഉണ്ടായത്. ഒരു ഹ്യുണ്ടായി i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. ഈ അപകടത്തിലേക്ക് നയിച്ച വിവരങ്ങൾ, അതിൻ്റെ മറ്റു വസ്തുതകൾ ഇനി പുറത്തേക്ക് വരാനുണ്ട്. ഇപ്പോൾ ഡൽഹി പോലീസിന് സ്പെഷ്യൽ സെൽ ഡൽഹിയിലെമ്പാടും റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 ലൊക്കേഷനുകളിൽ, 3 സ്ഥലങ്ങളിൽ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് റെയ്ഡുകൾ നടത്തുന്നു. ഇതുവരെ 2 സസ്പെക്ട്സിനെ, സംശയം തോന്നുന്ന 2 പേരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഡൽഹിയിലെമ്പാടും സ്പെഷ്യൽ സെല്ല് അവരുടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, സെർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ 13 ഉയരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്നെ ഡൽഹി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തി. സതീഷ് ഗോൾച്ചയുമായും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം LNJP ആശുപത്രിയിൽ വെച്ചിട്ട് അമിത്ഷാ ചർച്ച നടത്തി. ANI അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം നൽകും. ഡൽഹി പോലീസ് കമ്മീഷണറുമായി നേരത്തെ ഫോണിൽ അവർ സംസാരിച്ചത്. നേരിട്ട് അമിത്ഷാ ചർച്ച നടത്തിയിരിക്കുന്നു. LNJP ആശുപത്രിയിലാണ് അമിത്ഷാ ഇപ്പോൾ ഉള്ളത്. മരണസംഖ്യ 13 ഉയർന്നു. അതേസമയം തന്നെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നിരവധി റെയ്ഡുകൾ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. 2 പേർ സംശയിക്കുന്ന 2 പേർ, സംശയാസ്പദമായ നിലയിലുള്ള 2 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6:52-ന് ലാൽകില മെട്രോ സ്റ്റേഷന് സമീപത്ത് ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തിയ ഹ്യുണ്ടായി i20യിൽ നിന്നാണ് വലിയ സ്ഫോടനം ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ അനുശോചന സന്ദേശം വരുന്നു. അദ്ദേഹം അനുശോചിക്കുന്നു. കണ്ടോളൻസസ് ടു ദോസ് ഹു ഹാവ് ലോസ്റ്റ് ദെയർ ലൗഡ് വൺസ് ഇൻ ബ്ലാസ്റ്റ് ഇൻ ഡൽഹി earlier this evening. May the injured recovered at the earliest. Those affected are being assisted by authorities. Reviewed the situation with Home Minister Amit Shah ji and other officials. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ്. അദ്ദേഹം സംഭവ കാരണം സംബന്ധിച്ച സൂചനകളൊന്നും അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ നൽകിയിട്ടില്ല. കൊല്ലപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, അനുശോചനങ്ങൾ അറിയിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിലയിരുത്തി എന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിക്കുന്നു.